ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന് 35 മുതൽ 37 വരെയുള്ള ഭാഗമാണ്. ഇങ്ങനെ വായിക്കാൻ നമുക്ക് സാധിക്കും. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാല് നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാല് കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ ഈ മനോഹരമായ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഹരിയുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കും. ഇതിന്റെ പൊരുളുകളെ സംസാരിക്കാൻ കഥാവഴികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. കഥാവചനം അങ്ങയുടേത്, വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരും അങ്ങയുടേത്. അതിനാൽ വചനം കേട്ട് അനുഗ്രഹങ്ങളാക്ഷരായിട്ട് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിന് അധിഷ്ഠിതമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ളതായ കൃപയും അനുഗ്രഹത്തെയും അവിടെ നിന്ന് കർത്താവുകൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയായ കർത്താവുകളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. മാനവും മഹത്വം എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോ ഇവിടെ വായിച്ചതായ ഭാഗം, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് ഇതിൽ നല്ലത് പുറപ്പെടുവിക്കും. അപ്പൊ നല്ലത് പുറപ്പെടുവിക്കാൻ എന്ത് ചെയ്യണം? നല്ല മനുഷ്യനായി മാറണം. നല്ല മനുഷ്യനായിട്ട് മാറുമെന്നൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കുറിച്ച് ചിന്തിക്കും. പിന്നെയോ, ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുക. ദുഷ്ടമനുഷ്യന്റെ പുറത്തു എന്താണ്? തീയതായിരിക്കും, ദോഷമുള്ളതായിരിക്കും, ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ളതായ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യൻ ദുഷ്ട മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എന്താ? എന്നാൽ ചിന്തിക്കണം. നമ്മൾ നല്ലതും തീയതൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത്, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? വളരെ സൂക്ഷിച്ചായിരിക്കും, അല്ലേ? നീ പറയുന്നത് നല്ല വാക്കുകളാണോ, നല്ലതാണോ, തീയതാണോ എന്നതിനോ ദൈവത്തോട് സൂക്ഷിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് നാം കൊണ്ടു നടക്കുന്നതായ, നമ്മളിങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്ന നമ്മുടെ നാവ് വളരെ സൂക്ഷിച്ച് മാത്രമേ എന്തിയാവൂ നമ്മൾ ഉപയോഗിക്കാം. ദൈവസന്നിധിയിൽ വരും, കണക്ക് കൊടുക്കേണ്ടതായി വരും. നമ്മൾ ചിന്തിക്കുന്ന എന്റെ നാവ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, സംസാരിക്കും. പാടില്ല. ഇഷ്ടമുള്ളത് പറയാനല്ല നിനക്ക് ദൈവം നാമം വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നിനക്ക് നാമം വന്നിരിക്കുന്നത്. ഇഷ്ടമുള്ളത് പറയാനോ? ഒരിക്കലുമല്ല. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. എന്താണ്? എന്റെ നാവ്, ഞാൻ വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്ന എന്റെ നാവ്, ഞാൻ ഇഷ്ടമുള്ളത് പറയും. അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് തന്നിരിക്കുന്ന നാവിന്റെ ഒരു പ്രത്യേകത. അത് സൂക്ഷിച്ചുകൊണ്ട് എന്തും പറയാൻ നമുക്ക് അവകാശം ഇല്ല. പറയുന്നത് എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിന് കണക്ക് നീ ബോധിപ്പിക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാല് നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാല് കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പറയുന്ന വാക്കുകൾ നല്ലതാകുന്നുവെങ്കിൽ നീതീകരണം പ്രാപിക്കും. മനസ്സ് എങ്ങനെയാണ്? നിന്റെ വാക്ക് ദോഷമുള്ളതാകുന്നെങ്കിലും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോ നമ്മുടെ എല്ലാ ചെയ്തികളും ആര് മനസ്സിലാക്കുന്നു? ദൈവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ജീവിക്കാം, എന്നും പറയാം, എന്നും പ്രവർത്തിക്കാം. അതാണ് ചിലരുടെ ധാരണ, ചിലരുടെ രീതികൾ പറയുകയാണ്. എന്നാൽ അതിനൊക്കെ നീതി വരും. ദൈവസന്നിധിയില് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നീ പറയുന്നതായ വാക്കുകൾ പോലും, നിസ്സാര വാക്കുകൾ പോലും, അല്ലേ, ദൈവസന്നിധിയില് കണക്ക് കൊടുക്കേണ്ടി വരും.
ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്തിനെ കുറിച്ചാണ്? നാവിനെ കുറിച്ചാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഈ നാവിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അപ്പോ എന്തും പറയാനായിട്ട് എന്ത് നമ്മള് നാവിനെ വിനിയോഗിക്കരുത്. അങ്ങനെ പറയുമെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയില് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ചിലർ അവരുടെ നാവിനെ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രൂപത്തിലാകുന്നു എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ചിലരുടെ നാക്കെന്ന് പറയുന്നത് വാള് പോലെയാകുന്നു. എന്താ? ചിലരുടെ നാവ് എങ്ങനെയുള്ളതാണ്? വാള് പോലെ. നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 57:4 വാക്യം എന്താ പറയുന്നത്? ചിലരുടെ നാക്കെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? വാള് പോലെ. വാളിന്റെ പ്രത്യേകത എന്താണ്? വാളിന്റെ പ്രത്യേകത മൂർച്ചയുണ്ടാകും. ചിലരുടെ സംസാരം അത് നമുക്ക് എന്ത് ചെയ്യും? മുറിവേൽപ്പിക്കും, മൂർച്ച ഉണ്ടാക്കും. അല്ലേ? എന്താ പറയുന്നത്? വാക്യം 57:4 വാക്യം. പല്ലുകള് കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. എന്താ പറയുന്നത് പുസ്തകം? നാവ് മൂർച്ചയുള്ള വാളായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുക അല്ലേ? അപ്പോ ചിലരുടെ നാവ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചിലരുടെ സംസാരം നമുക്ക് മൂർച്ചയുള്ളതാക്കി മാറ്റുന്നു എങ്കിൽ അതിന്റെ കണക്ക് നേടി വരും. പറയുന്ന വ്യക്തി ദൈവത്തില് കൊടുക്കേണ്ടി വരും. അല്ലേ? അപ്പോ നമ്മുടെ വാക്ക് ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നതായി മാറരുത്. ദൈവത്തിന് പറയുക, ആരെയും വേദനിപ്പിക്കരുത്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിച്ചാൽ അതിന്റെ കണക്ക് നിന്നോട് ദൈവം ചോദിക്കും. നിന്റെ നീ പറയുന്നതായ നിസ്സാര വാക്കിന് ദൈവസന്നിധിയിൽ എന്തെങ്കിലും വരും? കണക്ക് കൊടുക്കേണ്ടി വരും. ഓർക്കണം, നാം പറയുന്നതായ നിസ്സാര വാക്കിന് പോലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ചിലരുടെ നാക്ക് എങ്ങനെയാണ്? മൂർച്ചയുള്ളതായ എന്തുപോലെ? വാള് പോലെ. കൊണ്ടുവന്നേ മൂർച്ചയുള്ള വാളുള്ള നാക്ക്. ഒന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഇതിനൊന്ന് വലിച്ച് നീട്ടി നോക്കണം. മൂർച്ചയുള്ള വാൾ പോലെയാണോ? അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവസന്നിധിയില് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ചിലരുടെ നാവ് എങ്ങനെയുള്ളതാണ്? മൂർച്ചയുള്ള വാൾ പോലെയുള്ളതായ നാവ്. അങ്ങനെയുള്ള നാവുണ്ടു എങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ അവസാനിപ്പിച്ചോ. ഇതെല്ലാം നമ്മൾ പറയുന്ന എല്ലാ കാര്യാദികളും ദൈവമോട് രേഖപ്പെടുത്തി വെക്കുക. അല്ലേ? ദൈവസന്നിധിയിൽ നീ കണക്ക് കൊടുക്കേണ്ടതായിട്ട്. ചിലര് വാ തുറക്കുന്നത് തന്നെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ആ കാര്യം കഴിക്കാനും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുമായിട്ട് മാത്രം വായി തുറക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ വരും, കണക്ക് കൊടുക്കുന്നതായിട്ട് വരും. അടുത്തത് സങ്കീർത്തനം 52:2 വാക്യം എന്താ പറയുന്നത് അറിയാമോ? ശൗരക്കത്തി പോലെയാണ് ചിലരുടെ നാക്ക്. എങ്ങനെയാണ്? ശൗരക്കത്തിന്റെ പ്രത്യേകതയാണ് നല്ല മൂർച്ചയായിരിക്കും അല്ലേ? ശൗരക്കത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? വേദപുസ്തകം പറയുന്നു, ശൗരക്കത്തി പോലെ മൂർച്ചയുള്ളതായ നാവുള്ളതായ ആളുകളുണ്ട്. ശബിമു ചെയ്യുന്നവനെ മൂർച്ചയുള്ള ശൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. അല്ലേ? ശൗരക്കത്തി പോലെ മൂർച്ചയുള്ളതായ നാവുള്ളതായ ആളുകള് ഉണ്ട് എന്ന് പറയുന്നു. വേദപുസ്തകം പറയുന്നു. അവൻ എന്താ ചെയ്യുക? എന്താ ചെയ്യുന്നത്? അവൻ ദുഷ്ടത വകഞ്ഞുണ്ടാക്കും. അല്ലേ? ദുഷ്ടത അവന്റെയും വകഞ്ഞുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും.
എന്ത് ചെയ്യുന്നു? ക്ഷൗരക്കത്തി പോലെ നാക്കുള്ളതായ വ്യക്തികൾ. അത് നമ്മൾ പറഞ്ഞു എങ്ങനെ? വാള് പോലെ മൂർച്ചയുള്ളതായ നാവുള്ളതായ ആളുകൾ. ഇവിടെ പറയുന്നു ക്ഷൗരക്കത്തി പോലെ നാവുള്ളതായ ആളുകൾ. അടുത്തുള്ള പറയുന്നു യാക്കോബ് 1:26 വാക്യം പറയുന്നു, നാവിന് എന്ത് ചെയ്യണം? അതുകൊണ്ട് കടിഞ്ഞാണിടണം. കടിഞ്ഞാണിടണം. കടിഞ്ഞാണ് പറയുന്നത് എന്താ? 1:26 വാക്യം വായിച്ചേ. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. അല്ലേ? ഭയങ്കര ഭക്തിയാണ്. പക്ഷേ നാക്കങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞാല് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് മുറിവേൽക്കും. ആ ഭക്തിയെ കുറിച്ച് വേദോസം പറയുന്നത് അത് വ്യർത്ഥം എന്നാണ്. അല്ലേ? അതുകൊണ്ട് ചിലരുടെ വാക്ക് അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ അത്തരത്തിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലേ? എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് പറയാം ചിലരുടെ വാക്കുകൾ. പക്ഷേ നമ്മളെന്ത് ചെയ്യും? കേട്ടുണ്ടെന്ന് പോകും. പക്ഷേ കണക്ക് കൊടുക്കേണ്ട ഒരു കാര്യം, പറയുന്ന വ്യക്തികള് ദൈവസന്നിധിയില് കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ ചെയ്യും ദൈവം നിന്നെ ന്യായം വിധിക്കും. ഏത് നിസ്സാരവാക്കും ചെയ്യും ദൈവം ന്യായം വിധിക്കും. ദൈവം കണക്കിട്ട് വെച്ചിരുന്നു. അല്ലേ? ഞാൻ ക്ഷമിച്ചുകൊണ്ടെന്ന് പോയി, എന്നെ ഒരാള് മൂലപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു, ഞാൻ കേട്ടുകൊണ്ടെന്ന് പോയി. പക്ഷേ ദൈവത്തിന് ആര് കണക്ക് കൊടുക്കേണ്ടി വരും? പറഞ്ഞ വ്യക്തി കണക്ക് കൊടുക്കേണ്ടി വരും. സൂക്ഷിച്ചോടെ നമ്മുടെ നാവ്, നമ്മളിങ്ങനെ കുറ്റാക്കി കൊണ്ടു നടക്കുന്നതായ നമ്മുടെ മനോഹരമായ നാവ് ഓക്കെ ദൈവസന്നിധിയിൽ വരും. കണക്ക് നീ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദൈവം മാറ്റി കിടക്കുന്നില്ല. അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ട് ആവശ്യം വരും ദൈവത്തിന്. അല്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം. നാവിനെ നമ്മള് വളരെ സൂക്ഷിക്കണം. കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? കടിഞ്ഞാണിടണം. കുതിരയ്ക്ക് ചെയ്യുന്നുണ്ട്. കുതിര സവാരി. അല്ലേ? കുതിരയുടെ പുറത്തിരിക്കണമെന്തെയും ഒരു കടിഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ കൈവച്ചുകൊണ്ട് ഒരു ചരട്, അല്ലേ, ഇങ്ങനെ വായുവിനെ കെട്ടി പലകിൽ ഇങ്ങനെ പിടിച്ചേക്കും. അതുകൊണ്ടാണ് ചെയ്യുന്നത് കുതിരയെ നിയന്ത്രിക്കുന്നത്. അത്രയും വലിയൊരു സാധനത്തെ ഒരു കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാമെങ്കിൽ, അല്ലെ, അതിനെ ക്രമീകരിക്കാമെങ്കിൽ, അത് നിയന്ത്രിക്കാമെങ്കിൽ നമ്മുടെ നാവിനെ എന്തുകൊണ്ട് നമുക്ക് നിയന്ത്രിച്ചുകൂടാ? കുറച്ച് നാവിനൊന്ന് നിയന്ത്രിച്ചാൽ എന്താ? അവൻ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ, അല്ലേ, എനിക്ക് സഹിക്കില്ല. പക്ഷേ നീ പറഞ്ഞാൽ ദൈവം അത് കണക്കിട്ട് വയ്ക്കും. നീ പറയാതിരുന്നാൽ പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തും പറയാൻ നാലുപേരുണ്ട്. ആരെയും ഒന്നും പറയാം, ആരെയും നോക്കിക്കാം. അങ്ങനെ വിചാരിക്കും. ദൈവം നിന്നോട് എന്ത് ചെയ്യും? നിശ്ചയമായും ചോദിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെ? നിങ്ങളിൽ ഒരുത്തൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. ആ ഒരു ഭക്തനെ അല്ല. ആദ്യം ചെയ്യണം നാവിന് കടിഞ്ഞാണിടണം. ആരെയും എന്തും പറയില്ല. അപ്പൊ ഇവിടെ നാവിന് എന്ത് ചെയ്യണം? കടിഞ്ഞാണിടണം. അത് നിങ്ങളെ ഒരുപാട് പ്രയാസത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷിക്കും. ചിലപ്പോ ഒരു വാക്ക് മതി ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. അല്ലേ? ഒരു വാക്ക് നമ്മള് നിസ്സാരമായി കണക്കാക്കിയിട്ട് നമ്മൾ പറയുന്നതായ ആ ഒരു വാക്ക് മതി ഒരു വലിയ പ്രയാസത്തിന് കാരണമായി തീരും. ബുദ്ധിമാന്മാരുടെയും മിണ്ടാതെ ചില വലിയ ആളാകാൻ വേണ്ടി ചെയ്യും, എവിടെയും എടുത്തങ്ങ് പ്രയോഗിക്കും. അതവർക്ക് ദോഷം ഉണ്ടാക്കി മാറ്റും. ചിലരുടെ നാവെന്ന് പറയുന്നത് വില്ലുപോലെ വളയുന്നു. പഠിപ്പിക്കുന്നു. ചിലരുടെ നാവ് എങ്ങനെയാണ്? വില്ലുപോലെ വളയുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ചിലരുടെ നാവ് വില്ലുപോലെ വളയ്ക്കുന്നു. ഏത് സ്ഥാനത്തും ഒരു വില്ലുപോലെ വളയും. അല്ലെ? ഏത് അവസരത്തിലും ചിലരുടെ നാക്കിന്റെ എടുത്ത് വില്ലുപോലെ കൊണ്ട് വളയ്ക്കും.
വായിട്ട് നാവ് വില്ല് പോലെ ചെയ്യുന്നു. നല്ല കാര്യത്തിന് വേണ്ടിയല്ല വില്ല് പോലെ വളയ്ക്കുന്ന നാക്ക്, അല്ലേ? ദോഷത്തിന് വേണ്ടി ഒരു വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്ന തക്കവണ്ണം നാവിനെ ചിലര് വില്ല് പോലെ വളയ്ക്കുന്നു. സൂക്ഷിച്ചോണം, അല്ലേ? വളരെ സൂക്ഷിച്ചോണം. എന്തിനു വേണ്ടിയാണ് വില്ല് പോലെ വളയ്ക്കുന്നത്? ഉണ്ടാകും നാശത്തിന് വേണ്ടി. ഏത് ഭാഗത്തും നീ നാവിനെ വില്ല് പോലെ വളയ്ക്കുന്നുവെങ്കിൽ അതിന്റെ നാശത്തിന് കാരണമായി മാറുമെന്ന് വേദപുസ്തകം നമ്മെ ഇന്നു പഠിക്കും. അതുകൊണ്ട് എവിടെയും കയറി എന്ത് ചെയ്തത്? നാവിനെ വില്ല് പോലെ ചെയ്ത് വളയ്ക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സൂക്ഷിച്ചോണേ, എല്ലാവരും സൂക്ഷിച്ചോണം, അല്ലേ? നമ്മൾ നാക്കിനെ ചെയ്യണം, കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചുകൊള്ളണം. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8ഉം 9ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവരുടെ നാവ് മരണകരമായ അസ്ത്രം. ചിലരൊരു വാക്കം കൊണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വലിയ അസ്ത്രം വന്ന് നമ്മുടെ നെഞ്ചില് തറച്ചതുപോലെ അനുഭവപ്പെടുന്നത്, അല്ലേ? ചിലരുടെ വാക്കുകൾ അത്രമാത്രം മൂർച്ചയോടെ സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടോ അത് വഞ്ചന സംസാരിക്കുന്നു. വായ് കൊണ്ട് എന്നിട്ടോ നോക്കണം. ചില ആളുകളുണ്ട് മാനസികത്തെ പാക നിറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? വളരെ സ്നേഹത്തോടെ എന്ത് ചെയ്യും? അവരുടെ സംസാരിക്കും. മനസ്സിലെന്താ? ഏത് നിമിഷം നിന്നെ ഓർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ചിന്ത. എന്ത് ചെയ്യും? അവനെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ളതായ സംസാരങ്ങൾ സംസാരിക്കും. ഇതാര് കാണുന്നു? ദൈവം കാണുകയാണ്. നിന്റെ നിരൂപണങ്ങളെ പോലും ആര് മനസ്സിലാക്കുന്നു? ദൈവം മനസ്സിലാക്കും, അല്ലേ? നീ ഇരിക്കുന്നത്, നീ കിടക്കുന്നത്, നീ നടക്കുന്നത്, നിന്റെ പോക്ക് വരവുകളെല്ലാം ആര് മനസ്സിലാക്കുന്നു? ദൈവം മനസ്സിലാക്കുന്നെങ്കിൽ നിന്റെ നിരൂപണങ്ങളെ, നീ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് ദൈവം വ്യക്തമായിട്ട് അറിയുന്നു. നീ ഒരു മനുഷ്യനോട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് അതിലും നീ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓർത്തു വെച്ചേക്കണേ. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നീണം ഓർത്തു വെച്ചേക്കണം. അതുകൊണ്ട് നീണം നാവിന് വ്യക്തമായിട്ടൊരു അവരൊരു കടിഞ്ഞാണങ്ങ് വീണം ഇട്ടേക്കണം. വീണ്ടും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള ഭാഗത്ത് എന്താ പറയുന്നത്? നോക്കണേ, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ വീഴുന്നു. വായിലെ കടിഞ്ഞാണ് വയ്ക്കണമെന്നും അതിന്റെ ശരീരം ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? തിരിക്കുവാൻ സാധിക്കും. ആരെയാണ്? കുതിരയെ. വായിച്ച ബാക്കി. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ ബോധിച്ച ദിക്കിലേക്കുന്നു, അതിനെ തിരിക്കുന്നു. പിന്നെ അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം, അങ്ങനെ തന്നെ നാവും അത് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ചെറിയ അവയവം വെച്ചിരുന്നു, വലിയ വമ്പ് പറയുന്നു എന്നാണ്. നോക്കണേ, കുറഞ്ഞ തീ, ചെറിയ തീ എത്ര വലിയ കാണുതീയും കത്തിക്കുന്നു. നാവും ഒരു തീതൻ. നോക്കണേ, വേദപുസ്തകം വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ചെറിയൊരു സാധനം വായിക്കുന്നത് അത് കിടന്നട്ടെ, ആവശ്യത്തിന് എന്ത് ചെയ്യും? വേണ്ടിടത്തും വേണ്ടാത്തവർക്കും ഒക്കെ ചെയ്യാം, എടുത്തങ്ങ് ഉപയോഗിക്കാം. ആൾക്കാരെന്ത് ചെയ്യാം? വേദനിപ്പിക്കാം. അവരെ ഇഷ്ടമുള്ളത് പറയാം. അധികാരമില്ല, ഇഷ്ടമുള്ളവർ പറയാനായിട്ടൊന്നുമില്ല, ആ അധികാരമില്ല. അതുകൊണ്ട് വേണം ഈ ചെറിയ ഈ സാധനത്തെ, നമ്മുടെ വായുള്ളതായി ചെറിയ സാധനം ചെയ്യണം, കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്ക് ഒരുപാട് നന്മകൾ ജീവിതത്തിലുണ്ടാകും. വലിയ പ്രയാസത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്നൊക്കെയും നിനക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം നീയും ഇടവരും. അതുകൊണ്ട് ചെയ്യണം, ഈ ചെറിയ സാധനത്തെ ചെയ്യണം, നീ സൂക്ഷിക്കണം, കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ബാക്കി വായിച്ചേ, 12 വായിക്കേ. ചെറിയ അവയവമെങ്കിലും വളരെയധികം വമ്പ്
തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇടജാതി, ഇടജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോടും പെരുകുകയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നാവിനെയോ മനുഷ്യർക്കാർക്കും ധരിക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, പിന്നെ മരണകരമായ വിഷം നിറഞ്ഞത്, മരണകരമായ വിഷം നിറച്ച് വെച്ചിരിക്കുകയാണ് നടക്കുന്നത്. ആവശ്യം വരുമ്പോഴത്തേക്കും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തക്കവണ്ണം, ഒരു മനുഷ്യനെ കൊല്ലുവാൻ തക്കവണ്ണം നമ്മളിലുള്ളതായി നാക്കിന് സാധിക്കുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ ഇന്നും പഠിപ്പിക്കുന്നു അല്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നാവിന് എന്തിനായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം. ബാക്കി വെച്ചേ. അതിനാൽ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഒരു വായിൽ നിന്ന് എന്ത് ചെയ്യും? നന്മയും തിന്മയും എല്ലാം ചെയ്യും പുറത്തു വരും അല്ലേ? നമ്മൾ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ കൊള്ളാൻ വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്. പക്ഷെ അതിന്റെ വായിൽ നിന്ന് വരുന്നതോ നമ്മളെ നശിപ്പിക്കാൻ തക്കവണ്ണം ഉടങ്ങുമായി അല്ലേ? വളരെ വൃത്തിയും ഭംഗി വെടിപ്പുണ്ട്. പക്ഷേ വായിൽ നിന്നുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തക്കവണ്ണം പോകുന്നതായിരിക്കും. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. നീ അങ്ങനെ പറയുന്നുവെങ്കിൽ നീ ദൈവസന്നിധിയില് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാവിനെ നീളം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചിലർ വാളുകൊണ്ട് കുത്തുമ്പോൾ സംസാരിക്കും, വാളുകൊണ്ട് കുത്തുമ്പോൾ വാളെ എങ്ങനെയും നല്ല മൂർച്ചയുള്ളതായിരിക്കും അല്ലേ? വേദപുസ്തകം പറയുന്നു, സദൃശവാക്യം 12-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്താ? വാള കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്ന വാക്കുണ്ട്. പരിശോധിച്ചു നിങ്ങൾ സദൃശവാക്യം 12-ാം അധ്യായം 18-19 വാക്യം. അവിടെ പറയുന്നത് വാള കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് അല്ലേ? ചിലർ അടിക്കത്തില്ല, ചിലർ എന്ത് ചെയ്യും? വാള കൊണ്ട് കുത്തും പോലെ എന്ത് ചെയ്യും? സംസാരിക്കും. അടിച്ചേക്കാളും ഭയങ്കരമായിരിക്കും അല്ലേ? അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ബാക്കി വായിക്കും. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുന്നു. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുന്നു. ആ അധരത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. വ്യാജം പറയുന്ന നാവോ മാത്രം നേരത്തേക്കുള്ളൂ. അപ്പൊ വ്യാജം പറയുന്നത് സത്യം സംസാരിക്കും അല്ലെ? സത്യം പറയുന്ന അധരമുള്ളവരായി മാറണം. വ്യാജം പറയുന്ന നാവ് അല്പസമയത്തേക്കുള്ളൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇവിടെ വാളുകൊണ്ട് കുത്തും പോലെ അത്ര മൂർച്ചയായിട്ട് സംസാരിക്കുന്ന ആളുകൾ അല്ലേ? ഒരു വ്യക്തി എങ്ങനെയൊക്കെ തേജോധം ചെയ്യാൻ പറ്റുമോ അത് അടിക്കടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാ? വാക്കുകൾ കൊണ്ട് അല്ലേ? വാള കൊണ്ട് കുത്തുന്നത് പോലെ അത്രമാത്രം മുറിവേൽക്കുന്നു, അത്രമാത്രം വേദന നമുക്ക് ഏൽക്കും. ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ആയുസ് ദീർഘ നേരത്തില്ല, വളരെ ചുരുക്ക നേരമേ ഉള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് എങ്ങനെയാണ്? വെറുപ്പാണ്. എങ്ങനെ? വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. സത്യം സംസാരിക്കണം അല്ലേ? നന്മ സുവിശേഷിക്കുന്നതായി മാറണം. അത് ദൈവത്തിന് ഇഷ്ടമാണ് അല്ലേ? വ്യാജമുള്ള അധരങ്ങള് യഹോവയ്ക്ക് വെറുപ്പ്. എന്നാൽ വ്യാജം മാത്രമേ നമ്മൾ പറയുന്നു. ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ? ഒരു ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് എന്താ? സത്യമാണോ? സത്യമായ കാര്യമാണോ? നന്മയാണോ പറയുന്നത്? വ്യാജമായ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഞാൻ ഇന്ന് പകൽക്കാലം
എന്താണ് പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യമാണോ? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യമാണോ? എന്താണ് ഞാൻ പറഞ്ഞത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എത്ര പേരെ മുതൽക്കാലം വേദനിപ്പിച്ചു എന്റെ വാക്കുകൾ കൊണ്ട്? ചിന്തിക്കണം. ദൈവത്തോട് ഏറ്റുപറഞ്ഞ ദൈവമേ, ഞാൻ അറിയാതെ എന്ത് ചെയ്തു? ഞാൻ ഒത്തിരി പേരെ മുതൽക്കാലം വേദനിപ്പിച്ചു പോയി ഇന്ന് നാവുകൊണ്ട്. എന്നോട് ക്ഷമിക്കണമേ. എന്താ പറയുന്നത്? പറയത്തില്ല അല്ലേ? പറയണം. പറയുമ്പോൾ ദൈവം ക്ഷമിക്കും. സ്നേഹവാനായ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ക്ഷമിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ദൈവത്തോട് പറയണം, ഞാൻ അറിയാതെ എന്ത് ചെയ്തു? ഞാൻ ഒത്തിരി പേര് തൽക്കാലം വേദനിപ്പിച്ചു പോയി, എന്റെ നാവുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ളതായ മനസ്സ് ആർക്ക് വേണം? നമുക്ക് ഓരോരുത്തർക്കും വേണം. അതുകൊണ്ട് വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നീ സത്യം പ്രവർത്തിച്ചില്ലെങ്കിൽ, സത്യം സംസാരിച്ചില്ലെങ്കിൽ നിന്നെ നീയും നിന്നെ ഉന്മൂലമാക്കി കളയുമെന്ന് ഞാൻ പുസ്തകം പഠിപ്പിക്കും. നീ സത്യം സംസാരിച്ചില്ലെങ്കിൽ നിന്നെ നീയും ദൈവം ഉന്മൂലമാക്കി കളയും. സങ്കീർത്തനം 52-ന്റെ 3 മുതൽ 5 വരെ ഭാഗം വായിച്ചു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. പിന്നെന്താ പറയുന്നത്? വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം ശ്രദ്ധിച്ചോടെ, ദൈവം നിന്നെയും എന്നെയും നശിപ്പിക്കും. ദൈവം നിന്നെയും എന്നെയും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്നും അവൻ നിന്നെയും പറിച്ചു കളയും. അതൊന്നും നാവിൽ സൂക്ഷിക്കും. എന്തും പറയാനല്ലേ നാം വന്നിരിക്കുന്നത്? ഞാൻ എന്തും പറയും. ഞാൻ എന്തും നല്ല ഭംഗിയായി പഠിച്ച് നിന്ന് വൃത്തിയാക്കി എന്റെ നാവ്. ഞാൻ ഇഷ്ടമുള്ളത് പറയും. നീ ആ ചോദിക്കാൻ. അതാണ് നമ്മുടെ ചിന്ത. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കൂടാരത്തിൽ നിന്നും അവൻ നിന്നെ പറിച്ചു കളയും. അതുകൊണ്ട് അവസാനിപ്പിച്ചു. ചെറിയ അവയവമാണ് അല്ലേ? ചെറിയ ഒരു അവയവം. ഇതിൽ നീ എത്രമാത്രം നീ സൂക്ഷിക്കുന്നുവോ, എത്രമാത്രം കടിഞ്ഞാണിട്ട് നീ അതിനെ സൂക്ഷിക്കുന്നുവോ, അത്രമാത്രം നിന്റെ ജീവിതത്തില് പ്രതിസന്ധികൾ നീയും കുറഞ്ഞിരിക്കും. അല്ലേ? നമ്മള് ചിലപ്പോൾ കേൾക്കാറുണ്ട്, നമ്മുടെ ഭവനത്തിനടുത്തൊക്കെ അവളെന്നെ അങ്ങനെ പറഞ്ഞു, ഇവളെന്നെ ഇങ്ങനെ പറഞ്ഞു. വേണ്ട. നാവിന് തീരണം, കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് നിന്നെ നീയും ഉന്മൂലമാക്കി കളയും. ദൈവത്തിന് പറയോ? ഈ ചെറിയ അവയവം വച്ച് എന്തും പറയാം എന്ന് ആരും കരുത ഒരിക്കലും ചിന്തിക്കരുത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലാക്കി വേണം. ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്നതായ ഈ അവയവത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാൻ എന്നെ ചെയ്യണം, സഹായിക്കണമേ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നാമം കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു. 120 2-3 വാക്യം. 120-ന്റെ 2-3